കുക്ക് വിത്ത് റോഷ്ന എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം നമുക്ക്. എന്നിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ ലംസൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 എഗ്ഗ് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. തുടക്കത്തിൽ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ സ്പീഡൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും. നോർമലി ഇതുപോലത്തെ ഒരു കേക്കിന് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ പലരും ഇത് ഉപയോഗിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ. ഇത് എയറേഷൻ കാരണം നമുക്കിത് നന്നായി തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇതിവിടെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് ചേർക്കുക. ഇതൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. കുറേശ്ശെയായിട്ട് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നാകെ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ സ്പോഞ്ച് കേക്ക് പല വിധത്തിലും ഉണ്ടാക്കാറുണ്ട്. ബേസിക്കായിട്ട് 3 തരത്തിലുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലും ബട്ടറും ഒന്നും ഇല്ലാതെ, അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇല്ലാതെയൊക്കെ നമുക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓരോന്നിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളാണുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓവനൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് പാനാണ് വെച്ചിട്ടുള്ളത്. അതിനടിയിൽ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ ചുറ്റളവ് 8 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു പ്രഷർ കുക്കർ, ഒരു 3-4 ലിറ്ററിൻ്റെ ഒക്കെ പ്രഷർ കുക്കർ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. അതിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ട് ഇതുപോലെ ഡയറക്റ്റായിട്ട് ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ കേക്ക് ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനുള്ളവരാണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചോളൂ. ഇത് തന്നെ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റാണ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഇതേപോലെ തന്നെ 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് അവനിൽ 25 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഓവനിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഇനി അവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള ഇതിനൊന്ന് കവർ ചെയ്യാനുള്ള ഗനാഷ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2:1 റേഷ്യോയിലുള്ള ഒരു ഗനാഷാണ് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനും അതുപോലെ ഇതിനൊന്ന് ക്രം കോട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഒരിക്കലും ഞാൻ ഇട്ടതാണ്. എന്നാലും ഞാൻ ഇതിനകത്ത് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണുള്ളെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ കളറിൽ കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇത് നന്നായി ഒന്ന് ഇതിനകത്ത് അലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലംസൊന്നും ഇല്ലാതെ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് പീസാക്കി കൊടുത്തിട്ടുള്ളത് അത് പെട്ടെന്ന് തന്നെ ഒന്ന് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ അടിയിൽ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം നമ്മളെ പാത്രത്തിനകത്ത് തട്ടരുത്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാലേ ഇത് നമുക്ക് ഇതിനകത്ത് ഐസിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ലൂസായിട്ടാണുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതൊന്ന് സെറ്റാവും. ആ സമയത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. അതിന് ശേഷം കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ലെവലല്ലെങ്കിൽ ഒന്ന് മുറിച്ച് കൊടുക്കുക. ലെവലാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പൊങ്ങിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു സൈഡിൽ വെച്ച് കത്തി നൈഫ് ഒരു സൈഡിൽ വെച്ചിട്ട് കേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലെവലായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാനിത് രണ്ടായിട്ട് മുറിക്കുകയാണ്. നിങ്ങൾ മൂന്നായിട്ടാണ് മുറിക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗനാഷ് ഒരു അരക്കപ്പ് കൂടെ ചോക്ലേറ്റും അതുപോലെ 1/4 കപ്പ് ക്രീമും കൂടെ ചേർത്ത് അത്രയും കൂടെ തയ്യാറാക്കണം. ഇതിപ്പോൾ രണ്ടായിട്ട് മുറിക്കുകയാണെങ്കിൽ ഈ ഗനാഷ് മതിയാവുകയുള്ളൂ. അപ്പോൾ മൂന്നായിട്ട് മുറിക്കുകയാണെങ്കിൽ ഗനാഷിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊരു കേക്ക് ബേസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ പഞ്ചസാര ലായനി ചേർത്തൊന്ന് ഇതൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നനച്ചെടുക്കാനുള്ള പഞ്ചസാര ലായനിയിൽ ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നനച്ചെടുക്കുക. ഒരുപാട് നനച്ചെടുക്കണ്ട. നമ്മൾ ഇത് ഐസിങ് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുള്ളത് ചൂടുവെള്ളമാണ്. നല്ല ചൂടുള്ള വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സെറ്റ് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഫ്രീസറിനകത്തായാലും താഴത്തായാലും തണുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റായി കിട്ടും. എന്നിട്ട് നമ്മൾ പാലറ്റ് നൈഫ് ഈ തിളച്ച വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അല്ലാതെ പാലറ്റ് നൈഫ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഗണാഷ് നിൽക്കുന്നിടത്തുനിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കേക്ക് അതിൻ്റെ കൂടെ പൊടിഞ്ഞു വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെക്കൻഡ് ഷീറ്റ് വെച്ചിട്ട് ഇതേ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സെക്കൻഡ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ നനയ്ക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ നനച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ലേശം ഒരല്പം മോയ്സ്റ്റായിട്ടുള്ള കേക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് നനച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താണോ ക്രീമോ ഗണാഷോ എന്ത് വെച്ചാണോ കേക്ക് ഒന്ന് ഐസിങ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഒന്ന് കേക്ക് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അത് അത്ര കട്ടിയിലൊന്നും ചെയ്യേണ്ട. വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ വെച്ചിട്ട് കേക്കിലെ ക്രംസ് ഒന്നും നമ്മളിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പം പുറത്തേക്ക് വരാത്ത രീതിയിൽ ക്രംസ് ഒന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കോട്ടിങ്ങാണ് ക്രം കോട്ടിങ്. അപ്പോൾ ഒന്ന് ഇതുപോലെ നമ്മൾ ഈ ഗണാഷ് വെച്ചിട്ട് തിളച്ച വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ ഇത് പാലറ്റ് നൈഫ് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്ന കേക്കിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഹോൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ നമ്മൾ നെക്സ്റ്റ് ഗണാഷ് വെച്ച് ഇതൊന്ന് അടുത്തത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനുള്ള ഗണാഷ് കൂടെ തയ്യാറാക്കാം. 1 കപ്പ് ചോക്ലേറ്റിന് 1 കപ്പ്
ക്രീം എന്നുള്ള. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പോറിങ് ചെയ്യാനായിട്ട്, നമ്മൾ നേരത്തെ ഐസിങ് ചെയ്യാനായിട്ട് എടുത്തതാണ്, ഇത് ഒഴിച്ചു കൊടുക്കാനുള്ളതല്ല. അപ്പം കുറച്ചുകൂടെ ലൂസായിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. ഇതിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഈ നമ്മൾ ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽട്ടായി വരുന്ന സമയം വരെ വെച്ചാൽ മതി. പിന്നെ ഫ്ലെയിം ലോ ആക്കി വെക്കണം, അല്ലെങ്കിൽ ചോക്ലേറ്റ് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ മധുരമില്ലാത്ത ക്രീമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റിനും ഒത്തിരി മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ പഞ്ചസാര നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് എല്ലാം ഒന്ന് മെൽറ്റായി നല്ല സ്മൂത്തായി വന്നാൽ നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇതിവിടെ മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ട് ഒന്ന് ലംസ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും, നല്ലൊരു ഗ്ലൈസിങ്ങും അതുപോലെ ഫിനിഷിങ്ങും ഉണ്ടാവും. അതിന് വേണ്ടി ചേർത്തതാണ്, നിർബന്ധമല്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതവിടെ നിൽക്കട്ടെ. അത് ചൂട് തണയൊന്നും വേണ്ട, ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഈ തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഇപ്പോൾ ഞാൻ തണുപ്പിച്ചെടുത്തതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു പ്ലേറ്റിൽ മറ്റൊരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സസ് ഉള്ളത് അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലേക്ക് വന്നോളും. അല്ലാതെ നമ്മൾ ബേസിൻ്റെ മുകളിൽ വെച്ച് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ബേസിലൊക്കെ ഇത് വന്നിട്ട് പിന്നെ ബേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ കേക്കിനൊന്ന് ലിഫ്റ്റ് ചെയ്ത് നമ്മളെ ബേസിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നൈഫോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഒന്നും വെച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഗനാഷ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ നമ്മൾ സ്പാച്ചില വെച്ചോ ഐസിങ് നൈഫ് വെച്ചിട്ടോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഫിനിഷിങ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒഴിച്ച് കൊടുത്തതിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ഗണാഷ് ഉണ്ടല്ലോ, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് അരമണിക്കൂർ സമയത്തേക്ക്. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതൊരു ഐസിങ് ബാഗിലേക്ക് എടുത്ത് ഒരു സ്റ്റാർ നോസിൽ വെച്ച് ഇതിൻ്റെ ബേസിൽ ഒരു ബോർഡർ വെച്ച് കൊടുക്കുകയാണ്. ഷെൽ ബോർഡറാണ് വരച്ചിട്ടുള്ളത്. നിങ്ങളെ താല്പര്യം അനുസരിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളത് കൊണ്ടിച്ച് ഞാൻ മുകളിൽ കുറച്ച് റോസെറ്റസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒക്കെ തികച്ച് അവനവൻ്റെ ഐഡിയക്കും താല്പര്യത്തിനും അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് സ്പീഡിലായിട്ടാണ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഒരുപാട് സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ഒരുപാട് 20 25 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ആകുമ്പോൾ കാണാൻ മറ്റുള്ളവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം ചോക്ലേറ്റ് ഗാർണിഷസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന
ചോക്ലേറ്റ് ട്രിഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസിനെ കുറിച്ചുള്ള കമൻസും എഴുതി അറിയിക്കുക. ഒരുപാട് പേരെ അറിയിച്ച ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡുകളിലായിട്ട് ഇൻഷാ അല്ലാ കഴിവിൻ്റെ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനേക്കാൾ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.